എന്താ പാണരെ? ചന്തുച്ചേകോര് ഇവിടെ സ്ഥിരതാമസാക്കി അല്ലേ? ആറ്റുമണമേന്ന് വരികയാണ് പാണൻ. പുത്തോടെ മുണ്ടും ഒരു പറ അരിയും തന്നു ഉണ്ണിയമ്മ. പുത്തൂരം വീട്ടിലെ ഇനിയും വരികയല്ലേ ഒരു മംഗലം കൂടി. ആരോ മത്സക അവരുടെ കേട്ടു. ഏകബൽ മികച്ചേരിയിലെ പൂലോക സുന്ദരിക്കും വേണല്ലോ മംഗലഭാഗ്യം. അയ്യോ, അവിടെ നിന്നല്ല, ആലത്തൂരപ്പന്റെ മകള്. ഓഹോ, തുമ്പോലാർച്ചെ കൈ ഒഴിഞ്ഞു ആരോമല്. ജാതകം ചേർന്നില്ല. ആലത്തൂരപ്പന്റെ മകളുടെ ജാതകമായിട്ട് ഉത്തമ പൊരുത്തം. അപ്പോ പാണൻ പൊയ്ക്കോട്ടെ. ഇവിടെ തരാനൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാ താമസം. വേണ്ട, ഒന്നും വേണ്ട. ഓ, അമ്പത്തിരടി കളരി ഉണ്ടാക്കിയിട്ട് അത് നോക്കാൻ നേരമില്ല കുഞ്ഞിരാമന് അല്ലേ? തമ്പുരാൻ പറയുമ്പോ എതിർത്ത് പറയാൻ വയ്യല്ലോ. എന്നാലും ആഴ്ചയിലും 3 നാള് ഞാൻ ആറ്റുമണമേ തന്നെ. എന്നോട് ഒരുപാട് പയറ്റാൻ പറഞ്ഞവരെ നിരാശപ്പെടുത്താനും വയ്യ. പുതുശ്ശേരി ഇന്ന് ശിഷ്യന്മാരെ ആ ദിവസം നോക്കി അങ്ങട്ടും അല്ലേ? കുഞ്ഞാമർക്കറിയാത്ത കാര്യങ്ങളില്ല. ആയുധം ഈ കൈയിനിണങ്ങില്ല. അപ്പൊ പിന്നെ നടക്കുമ്പോ ചെവി രണ്ടും തുറന്ന് പിടിച്ച് നടക്കും. അങ്ങനെങ്കിലും ഇതിലേക്ക് എന്തെങ്കിലും കേറട്ടെ എന്ന് കരുതിയിട്ട്. ചന്തുവാങ്ങളയ്ക്ക് ഞങ്ങളോടൊക്കെയുള്ള പരിഭവം ഇനിയും തീർന്നില്ലാന്ന് തോന്നുന്നു. ഓ, ഇത് പരിഭവം. പിന്നെന്താ ആറ്റുമണമേലേക്കൊന്നും കാണാത്ത? ഇത്രയായിട്ടും ചന്തുവിന് അവന്റെ കളരിയിൽ തന്നെ തിരക്കോട് തിരക്കല്ലേ ആർച്ചേ. എന്റെ കൂടെ അങ്കത്തുണയ്ക്ക് വരാൻ തന്നെ അവന് സമയം കഷ്ടി. എന്നാലും ഇത്ര അടുത്തായിട്ട് കുമരമ്പുഴ കടന്ന കഷ്ടിച്ചരക്കാതല്ലേ ഉള്ളൂ ഇളന്തളർ മടത്തുന്ന ആറ്റുമണമേലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. പക്ഷേ ഇവിടെ ഒരാൾക്ക് പുതുശ്ശേരിന്ന് വന്നിട്ട് നേരം കിട്ടണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വരിക? ചന്തുവാങ്ങള അങ്ങോട്ടല്ലേ വരേണ്ടത്, വരില്ലേ? ഞാനെങ്ങനെ ഒറ്റയ്ക്ക് വരിക? ചന്തുവാങ്ങള അങ്ങോട്ടല്ലേ വരേണ്ടത്, വരില്ലേ? ചന്തുവാങ്ങളെ ഈ നേരത്ത് ഈ കോലത്തില്? ആർച്ച വിളിച്ചു, ഞാൻ വന്നു. എത്ര കാലായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം ആർച്ചേ. മാറി നിൽക്ക് ആർച്ചേ. മാറാനാ പറഞ്ഞത്. ആറ്റുമണമേൽ തേവടി പറയാണെന്ന് കരുതിയോ? നാണം കെട്ടവനെ. കുഞ്ഞിരാമേട്ടൻ ഇല്ലാത്ത നേരത്ത് കുമരമ്പുഴ നീന്തിക്കടന്ന് വന്നിരിക്കണു ആണും പെണ്ണും അല്ലാത്ത നികൃഷ്ടൻ. ആർച്ചേ, നീ വിളിച്ചിട്ടാ വന്നത് ഞാൻ. നേരങ്ങളുടെ കല്യാണത്തിന് വെച്ച് കണ്ടപ്പോ നേർ മച്ചുനല്ലെന്ന് കരുതി വീട്ടിലേക്കൊന്ന് ക്ഷണിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിനാണിപ്പോ ഈ നേറ പാതിരയ്ക്ക് കയറി വന്നിരിക്കണേ. കടക്ക് പുറത്ത്. ഇതിന് മൊഴി ചോദിക്കാൻ ഇവിടെ ഒരാളുണ്ടെന്ന് കരുതിക്കോ.
പുത്തൂരം വീട്ടിലെ ചന്തു അല്ലേ? ഉം. ഞാൻ കോലത്തിരി നാട്ടിലെ അരിങ്ങോടർ. മകളും മരുമകളുമാണ് കുഞ്ഞേലിയും കുട്ടിമാണിയും. കളഭാട്ടത്തിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോ ഒന്ന് വന്ന് തൊഴണമെന്ന് തോന്നി. കണ്ണപ്പൻ തന്നെ അവിടുന്ന് പറഞ്ഞേച്ചുല്ലേ? അങ്ങനെയല്ല, ഞാനായിട്ട് പോന്നതാ. പുകച്ച് പുറത്തി അടിച്ചു എന്ന് പറയ്. കണ്ണപ്പന്റെ സ്വഭാവം പണ്ടു മുതലേ ഉള്ള സ്വഭാവം. സ്നേഹാന്ന് ഭാവിച്ച് തലയിലെടുത്ത് വെക്കും. പെട്ടെന്നാവും താഴത്തേക്ക് എറിയണത് നനക്കാണ്ടിരിക്കുമ്പോ. എന്താവശ്യമുണ്ടെങ്കിലും അങ്ങോട്ട് വരാം. അരിങ്ങോടരുടെ വീടിനും മനസ്സിനും വാതിൽ ഒന്നേ ഉള്ളൂ. അകത്തേക്ക് കയറാൻ മാത്രമുള്ള വാതില്. വാ വാ വാ. പുത്തൂരം വീട്ടിലെ പഠിപ്പും കഴിഞ്ഞ് തുളിച്ചേരിയിലെ അടവുകൾ 18 കഴിഞ്ഞ ചേകോൻ അരിങ്ങോടരുടെ കളരിയിലും ഒരു കൈ നോക്കാമെന്ന് തീർച്ചയാക്കി. കണ്ണപ്പന്റെ മരുമകന് മകനേക്കാൾ കേമനാവണമെന്ന് മോഹം അല്ലേ? പുത്തൂരം മരുമകൻ അരിങ്ങോടരുടെ കളരിയിൽ എത്തിയിരിക്കണോ? വാങ്ങിക്കോ. കാവിൽ ഭഗവതി കൂട്ടും പായസവും കഴിച്ചതിന്റെ പ്രസാദം. വാ, ഒരുപാട് പയറ്റി നോക്കാം. പുത്തൂരം കളരിയിലെ അടവുകൾ എന്തൊക്കെയാന്ന് നിക്കും അറിയണല്ലോ. വലിയ ചേകോരുടെ മനസ്സ് ശുദ്ധ. ചന്തുനാരുടെ കള്ളത്തരങ്ങളൊന്നും അറിയില്ല. ചന്തുനാരിപ്പോ പോയിരിക്കുന്നത് കോലത്തിരി നാട്ടിലേക്ക്. തെക്കൻ തുളുനാടൻ അടവുകൾ പഠിക്കാനാന്നും പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു? കുറുപ്പാളാ പറഞ്ഞത്. അരിങ്ങോടരുടെ കളരിയില്ല ഇപ്പൊ പഠിപ്പെന്ന്. എനിക്കും അവനും അച്ഛൻ പഠിപ്പിച്ചു തരാത്തൊരടവുണ്ട്. അത് അവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാവും. ഞാൻ പറയാറില്ലേ ചേകോനെ, ചന്തുനാർക്ക് നേരെ നേർക്കുള്ള ഏർപ്പാടൊന്നും ഇല്ല. കളരിയില് കള്ളക്കോല്, പുളിക്കടവിൽ ഒളിഞ്ഞു നോക്കല്. പിന്നെ ഇവിടെ ഒളിഞ്ഞു നിന്നാലും കാണാൻ കഴിയാത്തത് അവിടെ തെളിഞ്ഞു നിന്ന് കാണാനുള്ള സൗകര്യവും ധാരാളം. 2 തരണികളില്ലേ? ആരോരും ഇല്ലാത്ത ഒരുത്തനെ എടുത്തു വളർത്തി എഴുത്തും പയറ്റും പഠിപ്പിച്ചതിന്റെ നന്ദി. പുത്തൂരം വീട്ടുകാരപ്പ അവന്റെ ശത്രുക്കള്. എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ അവന്റെ ശ്രമം. അല്ല, ചന്തുനാരുടെ പ്രധാന ശത്രു ഒരാളേ ഉള്ളൂ. പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകോര്. പോരാത്തേന് ശത്രുത കൂടാൻ ഇപ്പൊ ഒരു കാരണം കൂടി കിട്ടിയിട്ടുണ്ടല്ലോ. എന്ത് കാരണം? ആറ്റും മണമേലിന് തുപ്പക്കോളാമ്പി കൊണ്ട് ഏറ് കിട്ടിയന്റെ പക.